ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജേസണിൽ ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് വീട്ടിലടുപ്പിലോ ഗ്യാസിലോ ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞു തരാം. ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാകില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസിൽ അറിയിക്കണം. തുടങ്ങിയാലോ? അതിന് സോഫ്റ്റായിട്ടുള്ള ചെറിയ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. വലുതായാലും കുഴപ്പമില്ല, നമ്മൾ ചെറുതാകുമ്പോൾ പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടും. അത്രയേ ഉള്ളൂ. 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 മുളക്, കുറച്ച് കോൺഫ്ലവർ 4-5 സ്പൂൺ വേണം, ഒരു പിടി പുതിന ഇല, ഒരു പിടി മല്ലിയില, കുറച്ച് ഗരം മസാല, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഈ പച്ചമുളക്, പുതിന, മല്ലിയില, പിന്നെ ഗരം മസാല എല്ലാം കൂട്ടിയിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഗരം മസാല ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തൈര് കൂട്ടി നന്നായി അരയ്ക്കണം. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കാം. വലിയ ചിക്കൻ പീസ് ആണെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇറച്ചിയിൽ നല്ല ഉപ്പ് മുളകൊക്കെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാകും. അതിനാണ് ഇത്. നമുക്ക് ചെറിയ കഷ്ണം ആയതുകൊണ്ട് ഒരു 1/2 അവർ വെച്ചാലും ധാരാളം മതിയാവും. അത് സെറ്റാവട്ടെ. ഇതുപോലെ സ്റ്റിക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പപ്പടക്കോൽ ഉണ്ടാകുമല്ലോ, സ്റ്റീലിൻ്റെ, അതാണെങ്കിലും കുഴപ്പമില്ല. അതും ഇല്ലെങ്കിൽ പച്ച തെങ്ങിൻ്റെ ഈർക്കൽ എടുക്കാം, അതായാലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ വറുക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണം ചെയ്യാൻ. റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ആ കമ്പിയിലും കോലിലും അതിനൊക്കെ കയറ്റി റെഡിയാക്കാം. ഓരോ പീസായിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം, ഉള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനൊന്നും എടുത്തിട്ടില്ല, എനിക്കിങ്ങനെ പ്ലെയിൻ ചെയ്യുന്നതാണ് ഇഷ്ടം. കുറച്ച് ഗ്യാപ്പ് വിടുക, അപ്പം നമുക്ക് ആ ഇടയിൽ തീ നന്നായി കൊണ്ടിട്ട് വേഗം വെന്ത് കിട്ടും. അതിനാണ് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യാം. കൂടുതൽ അടുപ്പിക്കണ്ട, അത്രയേ ഉള്ളൂ. കൊറോണ കാലമായതുകൊണ്ട് നമ്മൾ പഴയ പോലെ പുറത്ത് ഹോട്ടലിലൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടതുള്ളൂ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതാണ് അതിൻ്റെ നല്ലത്. ഗ്യാസ് സ്റ്റവിൽ നേരിട്ടുണ്ടാക്കാം, അടുപ്പിലാണെങ്കിൽ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 4-5 ചെങ്കല്ല് വെച്ചിട്ട് അതിലൊരു ഗ്രില്ല് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഈ സ്മോക്കി ടേസ്റ്റ് ശരിക്കും കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ കഷ്ണം ചിരട്ടിയോ ചാർക്കോൾ കിട്ടുകയാണെങ്കിൽ അതോ വെച്ചിട്ട് പുകച്ചിട്ട് അത് ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു സ്മോക്ക് നമുക്ക് കിട്ടും. അടുപ്പിൽ കനൽ നല്ലപോലെ ചൂടായി വന്നിട്ട് നമ്മൾ റൊട്ടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഗ്രില്ലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതെല്ലാം മോസ്റ്റ്ലി എല്ലാ വീടുകളിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രില്ലിൽ ഒന്ന് ലേശം എണ്ണ തേച്ച് കൊടുക്കണം, എന്നാലും ഒട്ടിപ്പിടിക്കാതെ കിട്ടും നമുക്ക്. എന്നിട്ട് മെല്ലെ തിരിച്ചിട്ടിട്ട് ഒരു 1/2-3/4 മണിക്കൂറോളം ആവുന്നുണ്ട് ഇത് വെന്ത് കിട്ടാൻ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കണ്ടില്ല, ഇങ്ങനെ ഇതേപോലെ മെല്ലെ തിരിച്ചിടണം. എന്നിട്ട് അത് നമ്മൾ മാറ്റാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ചിട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് തേച്ചാൽ മതി. ആ ബട്ടറിൻ്റെ മണം നല്ല ടേസ്റ്റ് മണവും ഉണ്ടാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസിൽ സാധാരണ നമ്മുടെ ദോശ തവാൽ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെറുതായി ഒന്ന് പൊരിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ
ഗ്യാസ് സ്റ്റവിൽ നേരിട്ടും ചെയ്യാം. ആ ഗ്രില്ല് വെച്ചിട്ട് നമ്മുടെ ആ ഫ്ലെയിമിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ഉണ്ടാക്കാം. എന്നാലും ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, നന്നായിട്ടുണ്ടാകും. ചെയ്ത് നോക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവസാനം കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ലേസം ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞിട്ട് കഴിക്കേണ്ടതിൻ്റെ തൊട്ട് മുമ്പ് എടുത്താൽ മതി. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക്